ഹലോ, ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ടുള്ളൊരു ചപ്പാത്തിയുടെ റെസിപ്പി നോക്കാം. ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ചീസ് അരക്കപ്പാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വരെ യൂസ് ചെയ്യാം. ചീസ് കൂടുതലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴികെ ബാക്കിയുള്ളതെല്ലാം കൂടി ആദ്യം മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി, ഉപ്പ്, വറ്റൽമുളക്, എണ്ണ, ചീസ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആദ്യമേ തന്നെ ചേർക്കണ്ട. എല്ലാം കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം മാത്രം വെള്ളം ചേർത്തിട്ട് കുഴച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് വേണ്ടി. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ കുഴച്ച മാവ് കുറച്ച് നേരം ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ അടച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും മാവ് കുറച്ച് നേരം കുഴച്ചിട്ട് അടച്ചു വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തി ചുട്ടെടുക്കാം. പരത്തുമ്പോൾ നന്നായിട്ട് തന്നെ പൊടി യൂസ് ചെയ്യണം. പൊട്ടറ്റോവും ചീസൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒട്ടൽ കൂടുതലായിരിക്കും. അതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോഴും ഓരോ ചപ്പാത്തിയുടെ മുകളിലും കുറച്ച് പൊടി വെതറിയിട്ട് അടുക്കി വെച്ചാൽ മതി. നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഇവിടെ ഞാൻ നെയ്യ് യൂസ് ചെയ്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. നെയ്യില്ലാണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ചീസും പൊട്ടറ്റോയും വറ്റൽമുളകൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനായി. നല്ല സോഫ്റ്റാണ് ഈ ചപ്പാത്തി. കുറച്ച് നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.